നമ്മുടെ ഒരു ബിസിനസ് വേറൊരാളുടെ അടുത്ത് അവതരിപ്പിക്കാൻ നമുക്ക് പഠിക്കണം. ഒരു ബിസിനസ്സുകാരന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി വേറൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും വിളിച്ച് ടാർഗറ്റ് ചോദിക്കുന്നുണ്ട്. ടാർഗറ്റ് ഈ മാസം, ടാർഗറ്റ് ഇന്നത്തെ ടാർഗറ്റ്, ഈ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ല, നിൻ്റെ പരിപാടി തീരുമെന്നൊക്കെ പറഞ്ഞാൽ സീനിയർ വിളിച്ച് ഫയർ ചെയ്യുന്നുണ്ട് താഴെയുള്ളവനെ. ഒരു ദിവസം പോലും ആ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു എംപ്ലോയി ജോലിക്ക് പോകുന്നു, അവരെന്തിനായിരിക്കും ജോലിക്ക് പോകുന്നത്? അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വല്ല കാര്യങ്ങളും നടക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ. ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നെന്ന് വിചാരിക്കുക. നമ്മൾ ഗസ്റ്റിനോട് ആഹാരം കഴിക്കാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വലിയ കറിയും പരിപാടി സാധനമൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു അവർ വന്നത്. അവർ നമ്മൾ ആഹാരം കഴിക്കാൻ പറഞ്ഞു. ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് ആൾക്കാർ സാധാരണയായിട്ട് തീരുന്നത്. നമ്മുടെ വീട്ടിൽ ഭാര്യയും പിള്ളേരും ഉള്ള 4-5 പേരെ ആ കൂടെ നമ്മുടെ വീട്ടിലുള്ളൂ. ഈ 5 പേരെ മാനേജ് ചെയ്യാൻ നമുക്ക് അറിയാൻ മേല. നമ്മുടെ ഒരു ബിസിനസ് വേറൊരാളുടെ അടുത്ത് അവതരിപ്പിക്കാൻ നമുക്ക് പഠിക്കണം. ഒരു ബിസിനസ്സുകാരന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി വേറൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ബിസിനസ് വളർത്താൻ പറ്റും? ഏത് ബിസിനസ്സും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ഒരു പ്രസൻറ്റർ ആവുക. വേറൊരാളെ ആശ്രയിച്ചുള്ള ബിസിനസ്സിന് ലിമിറ്റുണ്ട്. നമ്മൾ തന്നെ വേറൊരാളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പഠിക്കുക. ഒരു മിനിമം ഒരാളോടെങ്കിലും ഒരു ദിവസം നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പറയുന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കി വെക്കുക. ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരാളോടെങ്കിലും ഇങ്ങനെ ഒരു നല്ല ബിസിനസ്സുണ്ട്, ഇത് ശീലമാക്കിയാൽ മതി, നമുക്കത് നാളെ കിട്ടിക്കോളൂ, ഇങ്ങനൊരു നല്ല അവസരമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ പറയുന്നവരായിരിക്കില്ല. ഇപ്പോൾ ട്രെയിനിൽ ചുമ്മാ നമ്മൾ യാത്ര ചെയ്യുന്നതിനിടെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ കേട്ടോണ്ടിരിക്കുന്ന വേറൊരാളായിരിക്കും, ചേട്ടാ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞെന്ന് ചോദിക്കും. നമ്മൾ വാ തുറന്നാലേ ബിസിനസ് കിട്ടുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് കേട്ടോണ്ടിരിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പം ആവശ്യക്കാരനായിട്ടുള്ളത്. അവർ ആവശ്യക്കാർ എത്ര പേരുണ്ട്? എല്ലാ ദിവസവും വിളിച്ച് ടാർഗറ്റ് ചോദിക്കുന്നുണ്ട്. ടാർഗറ്റ് ഈ മാസം, ടാർഗറ്റ് ഇന്നത്തെ ടാർഗറ്റ്, ഈ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ല, നിൻ്റെ പരിപാടി തീരുമെന്നൊക്കെ പറഞ്ഞാൽ സീനിയർ വിളിച്ച് ഫയർ ചെയ്യുന്നുണ്ട് താഴെയുള്ളവനെ. ഒരു ദിവസം പോലും ആ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ, അവൻ്റെ വിഷമം എന്താണെന്നോ, അവൻ എന്തിനു വേണ്ടിയാണ് ജോലിക്ക് വരുന്നു, അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നോ, ഇതൊന്നും കോർപ്പറേറ്റ് വേൾഡിലൊന്നും ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. അവനെ കൊണ്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരുറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് മനസ്സിലാക്കിയാൽ ആരാ ചെയ്യാത്തത്? കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിന് നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും കാണുന്നത് ആലോചിക്കുക. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അവരെ ഒരു പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് ഇതിൻ്റെ മൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അവരെ ഒരു നല്ല ലിസ്റ്റ് ഉണ്ടാക്കിക്കുക. ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പല ആൾക്കാർക്കും ആരെ കാണണമെന്ന് അറിയാൻ പറ്റില്ല, എന്താണെന്ന് അറിയാൻ പറ്റില്ല. നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് കൂടും. ലിസ്റ്റ് പ്രിപ്പറേഷൻ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു എംപ്ലോയി ജോലിക്ക് പോകുന്നു, അവരെന്തിനായിരിക്കും ജോലിക്ക് പോകുന്നത്? അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വല്ല കാര്യങ്ങളും നടക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ. അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ അവരെയും കൂടെ നമുക്കൂടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ അവർ നമ്മളെ വിട്ടു പോകുമോ? ഒരിക്കലും പോകില്ല. പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ബിസിനസ് വരുന്നവർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടായിരിക്കും. അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് സഹായിക്കാൻ ചെല്ലുന്ന ഒരാളാണ് നമ്മളെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് പ്രധാന കാര്യം. പലപ്പോഴും നമ്മൾ ബിസിനസ് ഇത് മാത്രമാണ് പറയുന്നത്. അപ്പം നമ്മൾ കൂടെ പ്രവർത്തിക്കുന്നവരാരാണ്, അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവർക്ക് എന്താണ് ജീവിതത്തിൽ ആഗ്രഹം, എന്തിനു വേണ്ടി ആയിരിക്കും അവർ സെലക്ട് ചെയ്തത്, അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അത് ഹെൽപ്പ് ചെയ്യാൻ കൊടുക്കുന്ന ഒരാളോട് അവരെങ്ങനെയായിരിക്കും കാണുന്നത്? തീർച്ചയായിട്ടും ബഹുമാനത്തോടെ ആയിരിക്കും കാണുന്നത്. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ആവശ്യം, എന്താണ് അവരുടെ ജീവിതത്തിലെ അതെപ്പോഴും ചോദിക്കുന്നൊരു ഹാബിറ്റ്. അത് ഇവിടെ മാത്രമല്ല, എപ്പോഴും നമ്മൾ ഉണ്ടാക്കണം. അവരെക്കുറിച്ച് അറിയുക. പല ആൾക്കാരും ചില കമ്പനികളിലൊക്കെ ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ ട്രെയിനിങ് ഒക്കെ നടക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഒരേ മുറിയിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് മറ്റേ ആളുടെ വീട്ടിൽ ആരാണെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നെന്ന് വിചാരിക്കുക. നമ്മൾ ഗസ്റ്റിനോട് ആഹാരം കഴിക്കാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വലിയ കറിയും പരിപാടി സാധനമൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു അവർ വന്നത്. അവർ നമ്മൾ ആഹാരം കഴിക്കാൻ പറഞ്ഞു. അവർ കഴിച്ചെന്ന് വെച്ചു. അവരാഹാരം കഴിച്ചാൽ ഈ കഴിക്കുന്ന ആളാണോ കൊടുക്കുന്ന ആളാണോ കൂടുതൽ ക്ലോസായി പോകുന്നതെന്നറിയോ? കൊടുക്കുന്ന ആൾ ക്ലോസായി പോകും. അതായത് നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചാൽ ആഹാരം തന്നയാൾ നമ്മളോട് ഭയങ്കര സ്നേഹമായി പോകും. കാരണം നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ ഇല്ലാഞ്ഞിട്ടും കറിയൊന്നും ഇല്ലാഞ്ഞിട്ടും അവർ കഴിച്ചല്ലോ, അവർക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടും. അതിൻ്റെ അർത്ഥം ഇനി ആരുടെയും വീട്ടിൽ പോയി ഇന്ന് പോലും കഴിച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കേണ്ടെന്നല്ല അർത്ഥം. എപ്പോഴും ആഹാരം കഴിക്കുന്ന ആളെക്കാളും കൊടുക്കുന്ന ആൾ ക്ലോസ് ആവും. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ടീമിലുള്ളവരുടെ വീട്ടിൽ വല്ലപ്പോഴും ഒന്ന് പോവുക, അവരെക്കുറിച്ചൊന്ന് അറിയുക, ടീമിൽ അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെ ആവശ്യങ്ങളെന്ന്. പീപ്പിൾ മാനേജ്മെൻറ്റാണ് ഏതൊരു വലിയ ബിസിനസ്സുകാരനും ഏറ്റവും പ്രധാനപ്പെട്ട പീപ്പിൾ മാനേജ്മെൻറ്റ്. ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് സാധാരണയായിട്ട് തീരുന്നത്. നമ്മുടെ വീട്ടിൽ ഭാര്യയും പിള്ളേരും ഉള്ള 4-5 പേരെ ആ കൂടെ നമ്മുടെ വീട്ടിലുള്ളൂ. ഈ 5 പേരെ മാനേജ് ചെയ്യാൻ നമുക്കറിയാൻ മേല. അതുകൊണ്ടാണല്ലോ വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും വരുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിടത്തോളം പല ആൾക്കാരുടെയും പലപ്പോഴും കാണുന്നത് ഈ പീപ്പിൾ ബിസിനസ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിലൊക്കെ പലപ്പോഴും കാണാറുള്ളൊരു പ്രശ്നം, ആദ്യം ഒരാൾ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ.
എന്താണ്? പുതുതായിട്ട് ഒരാൾ ബിസിനസ് വരുന്ന സമയത്ത് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എനിക്ക് കസ്റ്റമറെ കിട്ടുമോ, അല്ലെ ബിസിനസ് ചെയ്യാൻ ആളെ കിട്ടുമോ എന്നൊരൊറ്റ പ്രശ്നം മാത്രമേ ഇവരുടെ മുമ്പിലേ ഉള്ളൂ. പുതുതായിട്ട് ബിസിനസ് വരുന്ന ഒരാൾ ആകെ കൂടി നേരിടുന്ന ഒരൊറ്റ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. ബിസിനസ്സിൽ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ എന്നാ പ്രശ്നം? കിട്ടിയവനെ കൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച മുഴുവൻ എനിക്ക് കിട്ടിയ ആളുടെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് ചർച്ച. മറ്റതൊക്കെ വിട്ടു. ഓരോരുത്തരുടെയും നല്ല വശം കണ്ടുപിടിച്ച് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മാനേജ് ചെയ്ത് ഇത് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശനം നമുക്ക് ആരെക്കുറിച്ചും ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം അല്ലേ. നമുക്കാണെങ്കിൽ വീട്ടിലെ അപ്പനന്മാർ പോലും നമ്മളെ കറക്ഷൻ പറഞ്ഞു തരുന്ന ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ വിമർശനം പ്രൈവറ്റായിട്ട് ചെയ്യുക, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുക. എന്തെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും, ഇന്ന പോലെ അല്ല ചെയ്യേണ്ടത്, ഇന്നതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയേണ്ടി വരാം. അത് പ്രൈവറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പബ്ലിക്കായിട്ട് നമ്മൾ അപ്രീസിയേഷൻ നല്ല കാര്യങ്ങൾ പബ്ലിക്കായിട്ടും നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് തിരിച്ചാണ്. എന്താണ്? ഒരു തന്നെ കുറ്റം ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ അന്നേരം അറ്റൻഡ് ചെയ്തിരിക്കും. നല്ലതാണ് നമ്മൾ പറയത്തേയില്ല, അവൻ പറഞ്ഞിരിക്കുക. കാരണം പറഞ്ഞാൽ അവൻ പൊങ്ങിപ്പോവും. ഒരു കാരണവശാലും. പ്രത്യേകിച്ച് മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ റെസ്പെക്റ്റ് ചെയ്യുക, വേറൊരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ നമുക്ക് ഏറ്റവും മടിയുള്ളവർ. നല്ല പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ഇതൊന്നും വികാരങ്ങളൊന്നും നമ്മൾ എങ്ങനെയെങ്കിലും അടക്കി ഒതുക്കി നമ്മൾ ജീവിക്കും. നെഗറ്റീവ് വികാരം കൃത്യമായിട്ട് പ്രതികരിച്ചിരിക്കും. ഒരു സ്ഥലത്ത് പോയി നല്ലൊരു ആഹാരം കഴിച്ചാൽ പിന്നെ നല്ലതായി എന്ന് അവരോട് പറഞ്ഞു പോയാൽ അങ്ങനെ കൊടുക്കരുത്. അങ്ങനെ അവൻ സന്തോഷിക്കണ്ട. ഒരാൾ നല്ലൊരു പ്രവൃത്തി ചെയ്തു, നന്നായി കേട്ടോ എന്ന് പറഞ്ഞു പോയാൽ അങ്ങനെ അവൻ സന്തോഷിക്കണ്ട. സന്തോഷം കൊടുക്കാതിരിക്കുക. വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ആർക്കിടയിൽ 4 പേരുടെ പ്രാക്കൂടെ മേടിച്ചതിന് ശേഷം ഉറങ്ങണമെന്ന് എവിടെയോ ആർക്കോ വാക്ക് കൊടുത്തിട്ട് നടക്കുന്ന പോലെയാണ് മലയാളികൾ പലരും. അപ്പോൾ ഒരാളോട് സന്തോഷിപ്പിക്കുക, കാരണം ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷമാണ്. വേറൊരാളെ എവിടെയും എല്ലായിടത്തും എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുക, എല്ലാവരും തോളത്തട്ട് എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു പോസിറ്റീവ് ഫീൽ വരുമല്ലോ. അത് നമ്മളെല്ലാവരിലും ഉണ്ടാക്കണം. അത് തന്നെയല്ലേ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഫൈനലി മിച്ചം ഉണ്ടാകുന്നത്.